ആണ് ശശി സിംഗിളാണ്. സിംഗിളാവാൻ താല്പര്യമുണ്ട്. ശശി എന്നെ ഒന്ന് കൊണ്ടുപോകാൻ വിടും. കൈ പിടി വച്ചു. ഇന്നലകളിൽ ഇങ്ങനെ പിടി. രക്ഷപ്പെടുത്തി. ഞാൻ ക്യാമറ ഇരിക്കാൻ വേണ്ടി വന്നായിരുന്നു. തിരിച്ചു യോയോ പറഞ്ഞു. നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ ആനേനെ കാണാൻ പോവാണ്. ആന എവിടെ? കഞ്ചാവോ ആണോ? ആന നീ കണ്ടില്ലേ സ്റ്റോറി ഇട്ടത്? ചേട്ടാ ആനയുടെ പേരെന്താ? കുട്ടുമോൻ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് പറവെക്കലല്ലേ, പറവെടുപ്പിന്റെ പറ വെക്കാൻ വേണ്ടിയുള്ള സാധനം ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നമ്മള് ആനയെ നേരിട്ട് കാണിച്ചിരുന്നു. ഇന്ന് ആനയ്ക്ക് കൊടുക്കാനുള്ള പറ വെക്കാൻ വേണ്ടിയുള്ള സാധനം പിടിക്കാൻ പോലെ. ഞങ്ങൾ ചെറുപുഴയിലേക്ക് പോവാണ്. പറ വെക്കാൻ എത്ര സമയം കൂടെ ഉണ്ട്? ഒരു മണിക്കൂർ 8 മണിയാവുമായിരിക്കും തോന്നുന്നത്. 8 മണി വരെ സമയമുള്ളൂ. ഇപ്പൊ സമയത്തായി 7:15. ഞങ്ങളുടെ കൃത്യനിഷ്ഠ നിങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്നവരെ നമുക്ക് ഇച്ചിരി കുറവാണ്. കട അടച്ചു കഴിഞ്ഞാൽ ഇന്ന് പറയെടുപ്പില്ല. അതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനെ അടുത്ത് കാണാം. അല്ലെ നമ്മൾ അടുത്ത് പോയി കാണിക്കാം. നമുക്ക് 2 കടയുണ്ട്. ശശി ഫർണിച്ചേഴ്സ് അല്ല, അനുപ്രിയ ഫർണിച്ചേഴ്സ്. ആ കടയുടെ പറയെടുപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ഒരു മുതലാളിയാണ്. നിങ്ങൾക്ക് തുണിയായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ. ഡ്രസ് കോഡ് മറ്റേ പല സംഭവം ഉണ്ട്. നമ്മള് ചെത്ത് സാധനങ്ങള് എത്തിച്ചേരും. വിത്തിൻ 2 days ഡെലിവറി ഉണ്ടാവും. ഓക്കെ, അടുത്താണെങ്കിൽ പെട്ടെന്നുണ്ട്. ഏകദേശം ദൂരാണ്. കൃത്യനിഷ്ഠ കാരണം നമ്മൾ നേരെ കുറച്ചും കൂടെ സ്പീഡിൽ പോലെ. കുറച്ച് സ്പീഡ് നിയമം നമ്മൾ പാലിക്കുന്നുണ്ട്. 60 മണി പോയില്ലല്ലോ വണ്ടി. ഇല്ല, പോകുന്നില്ല. ഇത് കേരളത്തിലെ റോഡിലല്ല നടക്കുന്നത്. കേരളത്തിലല്ല, കർണാടക ബോർഡർ ആണ്. അതുകൊണ്ട് നോ പ്രോബ്ലം. നമ്മൾ ചെറുവിലേക്ക് പോയി സാധനം മേടിച്ചിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ കാണാം. അതുവരെ അങ്ങനെ നമ്മൾ ചെറുപുഴയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ പച്ചാ? നമ്മൾ ചെറുപുഴ എത്തിയില്ലേ? ഗോൾഡൻ ട്രാവൽസ് നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സർവീസാണ്. ഇല്ലോടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ? ഒപ്പിച്ചു പോവാം നിങ്ങൾക്ക് വീട്ടിലോട്ട്. അല്ലേ, ബാംഗ്ലൂർ കേട്ടോ. നമ്മൾ ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഒരു കട അടച്ചു പോയി, ഒരു കട ഉണ്ടായിരുന്നു. അത് കടയാണിത്. നമ്മൾ കുറച്ച് അവല്, നല്ലൊരു കർപ്പൂരം അങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മച്ചു വരെ അവിടെ നിന്ന് വരുന്നുണ്ട്. മച്ചു കാറ് പാർക്ക് ചെയ്യാൻ പോയതാണ്. മച്ചു ഭയങ്കര പേടിച്ചു അല്ലേ ഒരു നിമിഷം. രാവിലെ തൊട്ട് പറഞ്ഞു അത് തന്നെ ഭാഗ്യം തന്നെ, അല്ലാതെ വേറെ. അപ്പൊ ഇതാണ് ചെറുപുഴ. അന്ന് ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകണ്ടായിരുന്നുള്ളൂ ബസ്സിൽ നിന്ന്. ഇതാണ് ചെറുപുഴ. മച്ചു വരുന്നുണ്ട്, സാധനം കൊടുത്തിട്ടുണ്ട്. മറ്റു ടെൻഷനിലാണ്. നമ്മളങ്ങനെ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ നമ്മളിപ്പോൾ പാച്ചനും ശശിയും മറ്റേ അനങ്ങോടെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ പറ വെക്കാനുള്ള സെറ്റപ്പ് നോക്കൂ. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. ആന കയറാൻ പറ്റൂല്ലോ എന്നാണ് മച്ചന്മാരുടെ ഒക്കെ ഒരു പേടി. പാച്ചൻ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? മച്ചു ഇതിപ്പം എന്താവും നമുക്ക് ലുക്കല്ലേ? എല്ലാരും കേട്ടോ പുന്നോസ്. നമ്മള് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ അനക്കാണ് ഇതിന്റെ മെയിൻ. ഇതാണ് അനക്കിന്റെ കട. ഷോപ്പ് കണ്ടോ കേട്ടോ. മറ്റുവിൻ്റെ സ്റ്റോറാണ്. എല്ലാവരും കാണാം. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്.
അവിടെ പറയെടുക്കാൻ വേണ്ടി ആന വരുന്നുണ്ട്. ആന ആ വഴിയിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം സെറ്റായിട്ട് കാണാം. ഓക്കെ, ഹലോ, ഇത് നമുക്കിവിടെ ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ കാണിച്ചു തരാവേ. ഇപ്പം മീനാണേ. കുഞ്ചു ഹായ് പറ. ഹലോ, ഒരു ഉമ്മ കൊടുക്ക്, എല്ലാവർക്കും ഉമ്മ കൊടുക്ക്. ഇങ്ങനെ എടുക്ക്, ഇത് ഉമ്മ കൊടുക്ക്. ഇങ്ങനെ ടാറ്റ പറയല്ലേ, ടാറ്റ, സീ യു. പൊത്ത് ക്യാമറ പൊത്ത്. എങ്ങനെ അടിക്ക്, ക്യാമറക്ക് അടിക്ക്. ഇങ്ങനെ ക്യാമറ ഇങ്ങോട്ട് അടിക്കും. ഗായ്സ്, ഇത് ആന വരുന്നുണ്ട്. ആനയെ കാണാൻ നമുക്ക് പോവാം. അവിടെ എല്ലാവരും അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അവരെല്ലാം ഭയങ്കര ടെൻഷനിലും അവരുടേതായ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഞാൻ നിങ്ങളെ ആ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം പോവാം. ആന വരുന്നുണ്ട്. അവിടെ ഒരു പറ എടുത്തു കഴിഞ്ഞ് ഇനി ഇവിടുത്തെയാണ് നെക്സ്റ്റ്. അപ്പോൾ നമുക്കത് കാണാൻ പോവാം. അപ്പോൾ എല്ലാവരും അവിടെ തിരക്കാണ്, ആരും വരത്തില്ല ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ആ വിഷ്വലിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആനനെ കാണിച്ചത്രേ ഉള്ളൂ. പിന്നെ സെറ്റല്ലേ, നമ്മളെല്ലാവരും സെറ്റല്ലേ, ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ. ഒന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇപ്പോൾ ശശി അടുത്തേക്കാണ് പോകുന്നത്. അടുത്തവർ പറയുമ്പോഴുണ്ട് നമ്മൾ അങ്ങോട്ട് പോകാം. നമ്മളിനി പോകുന്നത് ശശിയുടെ വർക്ക്ഷോപ്പിലേക്കാണ്. ഇല്ല, എനിക്ക് പെട്ടെന്ന് ആ ചേച്ചി വാങ്ങി പെട്ടെന്ന് ചിരി വന്ന് കായി സുഹൃത്തുക്കളെ, അതാണ് പറ്റിപ്പോയത് കേട്ടോ, അല്ലാണ്ട് വേറൊന്നല്ല. പറഞ്ഞില്ലേ അത് മതി, അവൻ ജാമ്യം എടുത്തു. ഞങ്ങൾ ശശിയുടെ അടുത്ത് തന്നെ കാണാം കേട്ടോ. ഓക്കെ, നമ്മൾ ശശിയുടെ അടുത്ത് വന്നിരിക്കുന്നു. ശശി ബ്രോ കേട്ടാ, സൂപ്പർ ഒരു ഹായ് പറ. ശശി ഭയങ്കര ടെൻഷനിലാണല്ലേ? ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ആന വരുന്നോണ്ടായിരിക്കും കേട്ടോ. ആനേനെ ആദ്യമായിട്ട് അടുത്ത് കാണുന്നോണ്ടായിരിക്കും അവന് ടെൻഷൻ. നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പിന്നല്ലാണ്ടോ. പക്ഷെ ഓണായിട്ടുള്ള ഒരാളുള്ളൂ കുഞ്ചിനെ കണ്ടിട്ട്. ആന വന്നാലും പുലി വന്നാലും കുഞ്ചു ഇങ്ങനെയല്ലേ? കുഞ്ചു അല്ലേ? അവനത് ഭയങ്കര ഒരു എനർജിയാണ്. അപ്പോൾ നമുക്ക് ആന വന്നിട്ട് ഇവിടെ കണ്ണൊക്കെ ആന കാണിച്ചു. ആന വരുവാണ്, കണ്ണൊക്കെ തുടങ്ങിയുണ്ട് വെച്ചാൽ.
നമുക്ക് എല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് അവരൊക്കെ തിന്നാം. നമ്മുടെ പറയെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അടുത്തത് നമ്മളിവിടെ ഗാനമേള ഉണ്ടെന്നാണ് പറഞ്ഞത് പച്ചാ. ഗാനമേള ഉണ്ടെന്നാണ് കേട്ടറിവ്. അപ്പം ഗാനമേള എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യം പോയി നോക്കും. നല്ലതാണെങ്കിൽ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതാണ് അല്ലേ അനക്ക് സാർ? ഉറപ്പായിട്ടും അത് എത്തിക്കുന്നതായിരിക്കും. അതിൽ ചെറിയൊരു ഭാഗം എന്തായാലും നമ്മൾ കാണിക്കുന്നതായിരിക്കും. ബൽറാമിൻ്റെ ഗാനമേളയാണെന്നാണ് കേട്ടത്. കോഴിക്കോട്ടുകാരുടെ ബാൻഡ് അല്ലേ? അനന്തല്ലേ? ശശിക്കറിയാം. ശശി പറഞ്ഞേ. അതന്നെ ബലറാം നമ്മുടെ സ്റ്റാർ സിംഗറിലെ. അതെ പോരെ? മതി. അത് മതി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര ക്ഷീണിതരാണ് അല്ലേ? പറ്റുന്നില്ല. അപ്പോൾ ശശിയൊക്കെ സൈഡായി. ശശി ഒരു ഹായ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു വ്ളോഗുമായിട്ട് നാളെ കാണാം. അതുവരെ ബൈ. ശശി പറ. ശശി ബൈ. ശശി ഉറക്കത്തിലേ കണ്ടോ? അതെ.